കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോ ദുഃഖം ഇരട്ടിക്കുക. അവരുടെ ഭാവി മണ്ണാങ്കട്ട. നമ്മുടെ ഭാവി എന്താകുമെന്ന് കരുതിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഇങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോ ഈ വീടിന്റെ ഉത്തരം പൊളിഞ്ഞു വീണ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ ഭാവി. മനഃപൂർവ്വം ധൈര്യം തരാൻ വന്നതല്ല ഞാൻ. വെറുതെ ഇങ്ങനെ സങ്കല്പ ലോകത്ത് ജീവിച്ചുകൊണ്ട് ചേച്ചി ഒരു വിഷാദ രോഗി ആകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പെട്ടെന്നുള്ള ചിന്തയിലോ സങ്കടത്തിലോ അരുതാത്തത് ചെയ്ത ചിലപ്പോ അത് വൻ അബദ്ധമാവും. വേണുവെന്ന വ്യക്തി ഊർമിളയുമായി ഒന്നായെന്ന് വെറൊരു ഫോട്ടോയുടെ പിൻബലത്തിലാണ് നമ്മൾ സംശയിക്കുന്നത്. ബുദ്ധിമാനായ ഒരാൾക്ക് നമ്മുടെയൊക്കെ മനസ്സിനെ ചഞ്ചലപ്പെടുത്താൻ ഇതല്ല, ഇതിനപ്പുറം ചെയ്യാൻ കഴിയും. വീണ്ടും അയാളെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണോ? ഒരിക്കലുമല്ല. അയാളെ ന്യായീകരിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ? സാഹചര്യം മനസ്സിലാക്കി ആൾക്കാരെ നന്നായി പഠിച്ചിട്ടാ ഞാൻ ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഇവിടെ എൻ്റെ ദൃഷ്ടിയിൽ മൃദുലേശിയുടെ വേണുവേട്ടൻ തെറ്റുകാരനല്ല. അയാളെ മറ്റാരൊക്കെയോ ചേർന്ന് ഈ നിലയിൽ എത്തിച്ചതാ. അതുകൊണ്ട് അവർക്കെന്ത് നേട്ടം? എന്തെങ്കിലുമൊക്കെ നേട്ടം കാണും. ഞാൻ വീണ്ടും ആവർത്തിക്കുക ചേച്ചി, യഥാർത്ഥ പ്രതികൾ നമ്മുടെ ചുറ്റിലുണ്ട്. ഇവിടുത്തെ കോപ്രായങ്ങൾ കണ്ട് അവർ ഉള്ളു തുറന്ന് ചിരിക്കുക. ചേച്ചിയുടെ ഇപ്പോഴത്തെ തകർച്ച ആ ചിരിക്ക് മാറ്റുകൂട്ടുമെന്നല്ലാതെ അവരിൽ നിന്ന് ഒരു സിമ്പതിയും പ്രതീക്ഷിക്കണ്ട. ആഹാ, എങ്ങോട്ടാ കാലത്തെ? പെങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഇങ്ങനെ സർക്യൂട്ട് നടന്നാ മതിയോ? പെങ്ങളുടെ ജീവിതത്തില് ആങ്ങളമാർക്കൊരു ഉത്തരവാദിത്ത ബോധമൊക്കെ വേണ്ടേ? കാണിക്കേണ്ട ഉത്തരവാദിത്വമൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ചേച്ചിയുടെ കാര്യത്തില് അധികം ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ കാരണക്കാരി നീയാ. നിന്റെ പ്രശ്നമല്ലേ എനിക്കിപ്പോ വലുത്. അത് തീർന്നിട്ടല്ലേ മറ്റുള്ളവരിലേക്ക് കടക്കാൻ പറ്റൂ. എന്റെ പ്രശ്നം തീർന്നാലും മൃദുലേച്ചിയുടെ കണ്ണീര് തോരില്ല. കാരണം വേണുവിന്റെ മിസ്സിങ്ങിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വേണുവിനെ തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. അയാള് മടങ്ങി വരാതെ മൃദുലേച്ചിയുടെ സങ്കടവും തീരില്ല. കുറ്റം ചെയ്തവർക്ക് പരിഹാരം കാണാനുള്ള ബാധ്യതയുണ്ട്. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു ജീവൻ ഇല്ലാതാക്കുമ്പോ അതിന്റെ ഫലം അനുഭവിക്കുന്നത് മറ്റൊരുപാട് ജീവിതങ്ങളാണ്. കയറി വന്നപ്പോ മുതൽ നീ ഇതുപോലത്തെ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു രസിക്കുക. നിന്റെ സംസാരേ മറ്റുള്ളവരെ മുഴുവൻ കൺഫ്യൂഷനിലാക്കിയിരിക്കുക, ഈ എന്നെ പോലും. മറ്റുള്ളവരിൽ ഞാൻ ഒരുപക്ഷെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയേക്കാം. പക്ഷെ നിനക്കെന്താ കൺഫ്യൂഷൻ? ചെയ്യിച്ചതും ചെയ്തതും ഒക്കെ കണ്ടു നിന്ന് രസിക്കുന്നത് നീയല്ലേ. നാളെ നിന്റെ ഭാര്യ മായി മിസ്സായിന്നറിഞ്ഞ ഞാൻ അത്ഭുതപ്പെടില്ല. മനസ്സിന് ഇഷ്ടപ്പെടാത്തവരെ നാശത്തിലേക്ക് തള്ളിവിടുന്നത് നിന്റെ ഒരു ഹോബിയല്ലേ? ആര്യ, നിന്നോട് ശബ്ദമുയർത്താൻ എനിക്കാവില്ല എന്ന് കരുതി ബോധപൂർവ്വം എന്നെ തകർക്കാൻ ശ്രമിക്കരുത്. വേണുവിന്റെ മിസ്സിങ്ങിന് പിന്നിൽ ഞാനാണെന്ന് എന്ത് തെളിവിന്റെ പിൻബലത്തിലാണ് നീ ഇങ്ങനെ കൊട്ടിഘോഷിക്കുന്നത്? തെളിവ്? അതിനെ പറ്റിയൊരു വലിയ തെളിവ് എന്റെ പക്കലുണ്ട്. എന്താ? അതറിഞ്ഞ നീ ആ തെളിവ് നശിപ്പിക്കും, ഈ തെളിവ് നശിപ്പിക്കും എന്ന് വെച്ചാ എന്നെ കൊല്ലുമെന്നർത്ഥം. നിന്റെ തലയ്ക്ക് സാരമായി എന്തോ തകരാറുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ മാനസികമായി തകർക്കാൻ ശ്രമിക്കുന്നു. രണ്ടും ശരിയാ. എനിക്ക് ചെറിയ ഭ്രാന്തുണ്ട്. മറ്റൊരു ഭ്രാന്തനൊപ്പം സഹവാസം തുടങ്ങിയ പിന്നെയാ എനിക്കും രോഗം പകർന്നു കിട്ടിയത്. ഇപ്പോ എനിക്ക് ആ രോഗം സമ്മാനിച്ച മഹാനെ മുഴുഭ്രാന്തനാക്കാൻ എന്റെ ശ്രമം. അതിൽ കുറച്ചൊക്കെ ഞാൻ വിജയിച്ചിട്ടില്ലേ അപ്പൂസേ?
തൽക്കാലം ഒന്നും സംസാരിക്കണ്ട. സംസാരമൊക്കെ പിന്നെ ആവാം. ഇപ്പോ റെസ്റ്റ് എടുക്കൂ. എന്താ നിന്റെ തൊണ്ടേന്ന് വീഴാൻ പോയത്? എന്താ നീ അയാളോട് പറയാൻ പോയത്? ഇപ്പോഴെന്താ നിനക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നില്ലേ? എന്നെ തട്ടിക്കൊണ്ടു പോകുന്നതാണ്, കൊല്ലാൻ കൊണ്ടുപോകുന്നതാണ്, എന്നെ രക്ഷിക്കണം, ഇതൊക്കെയല്ലേ നീ അയാളോട് പറയാൻ പോയത്? ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഒരുപക്ഷെ നീ രക്ഷപ്പെടുമായിരിക്കും. നിന്റെ ജീവന് പകരം പിന്നെ ഞങ്ങൾ എടുക്കുക നിന്റെ കാമുകിയുടെയും ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും ജീവനായിരിക്കും. അയ്യോ പ്ലീസ്, അരുത്. ആ, അവരൊക്കെ ജീവിച്ചിരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തൽക്കാലം ഊമയാകുക. ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, മിണ്ടുന്നില്ല. ആ, മനസ്സിലായോ? ഇപ്പൊ റെസ്റ്റ് എടുക്ക്. ഞാൻ പോയിട്ട് പിന്നെ വരാം. ശരീരം ഇളക്കണ്ട. ആ സിസ്റ്ററെ, കാര്യമായിട്ട് നോക്കിക്കൊള്ളണം. നോക്കാം. തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷെ ഈ രക്ഷപ്പെടൽ താൽക്കാലികമാണ്. കണ്ണും കാതും കൂർപ്പിച്ചവന് കൂട്ടിരിക്കണം. നമ്മുടെ ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ട് അവൻ പ്രതികരിക്കാൻ ചാൻസ് ഇല്ല. എങ്കിലും ആ വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ അലസന്മാരായിക്കൂടാ. കബളിപ്പിക്കപ്പെടാൻ ഒരു നിമിഷം മതി. ഇനി അറ്റ കൈക്ക് അവൻ ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ ശ്രമിച്ചാൽ കടാര കയ്യിൽ ഭദ്രമാണല്ലോ, കുത്തി ഇറക്കാവന്റെ നെഞ്ചിലേക്ക്. ഇപ്പോഴേ കൊല്ലാൻ നമുക്ക് നിർദ്ദേശമില്ല. എന്നാലും കൊല്ലേണ്ട സാഹചര്യം വന്നാ അത് ചെയ്യാതെ പറ്റില്ലല്ലോ. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഹായ്, ഇതെല്ലാം ആന്റിയുടെ ദുബായി ആണോ? മോക്ക് ഇഷ്ടായോ? മോക്ക് നല്ല ഇഷ്ടായി. എന്ത് വലിയ റോഡുകളാ! ആന്റി റോഡ് കൂടെയൊക്കെ പോയിട്ടുണ്ടോ? പിന്നില്ലാതെ. ആന്റി ഇനിയും പോകുമ്പോ മോളെയും കൂടി കൊണ്ടുപോയി ദുബായില്. ആന്റി ഇനി പോവെങ്കിൽ മോളെ കൂടി കൊണ്ടുപോവാ. എന്താ പോരെ? എന്ത് നല്ല ആന്റിയാ. മോളെ ഇവിടെ ഇരിക്കായിരുന്നു. ഡാഡി നോക്കിയേ, ആന്റിയുടെ ദുബായിയുടെ പടം. എന്ത് രസവാ, ക്യാമലും ഡെസേർട്ടും. ക്യാമലോ? നോക്കട്ടെ. എന്താ ശ്യാമേട്ടാ? ഇതാരാ? ഇതാ ഞാൻ പറയാറുള്ള വേണു, ഹരിയേട്ടന്റെ ഫ്രണ്ട്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ദുബായില്, ഒരു കുടുംബം പോലെ. എന്താ ചോദിച്ചേ? ഹേ, ഒന്നുമില്ല.
നീ രാത്രിയിൽ ഇതെങ്ങോട്ടാ? ഒരു എമർജൻസി കോൾ, പോകാതിരിക്കാൻ പറ്റില്ല. സമയം ഇത്രയായില്ലേ, എന്തെങ്കിലും കഴിച്ചിട്ട് പോകും. വേണ്ട, ഞാൻ വന്നിട്ട് കഴിച്ചോളാം. ഇവിടെ കിടന്ന പേഷ്യന്റ് എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് എവിടെ? യൂസ്ലെസ്. ഒബ്സർവേഷൻ വാർഡെന്ന പേര്, എന്നിട്ട് പേഷ്യന്റിനെ ഒബ്സർവ് ചെയ്യാൻ ആളില്ല. പുറത്തൊക്കെ ഒന്ന് സെർച്ച് ചെയ്യേ. ശരി സാർ. എന്തായി? ഇവിടെ ആരെയും കണ്ടില്ല സാർ. സാർ, കുറച്ചു നേരം മുമ്പ് കുറെ പേർ ചേർന്നൊരു മാരുതി വാനിൽ ഒരു പേഷ്യന്റിനെ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. ഡിസ്ചാർജ് ചെയ്താകുമെന്നാണ് ഞാൻ കരുതിയത്. പോലീസ്. സ്റ്റോപ്പ്. എങ്ങോട്ടായി രാത്രിയില്? ഹോസ്പിറ്റലിൽ പോയതാ, ഇയാളൊന്ന് വീണു.